ഒരു 42 വർഷമായി ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒരു വഴിയില്ല. വലിയ കുന്നിൻ്റെ മുകളിലാണ്. കാടും മലയും മറ്റുള്ളവരുടെ വീടൊക്കെ ചവിട്ടി കയറിയിട്ട് വേണം വീട്ടിലോട്ട് പോകാൻ. അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കശുമാവിൻ തോട്ടാണ്. അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരാരും അവർക്കൊന്നും വഴിയിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അവർ തരാറില്ലായിരുന്നു. ആരും ഭയങ്കര എതിർപ്പായിരുന്നു എല്ലാവരും. അങ്ങനെ ഉടമ്പടി എടുക്കാൻ ഇവിടെ വരാൻ തീരുമാനിച്ചു. യൂട്യൂബിൽ അച്ഛൻ്റെ ടോക്കൊക്കെ കേട്ട് സാക്ഷ്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഇവിടെ വരണമെന്ന് തോന്നി. അങ്ങനെ വരാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഒരു ദിവസം എൻ്റെ മകൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് പറയാം, നമുക്ക് അവരോട് ചോദിച്ചാൽ സ്ഥലത്തിൻ്റെ അനുവാദം കിട്ടും, നമുക്ക് വഴി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളത് കേട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ചെന്ന് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും എല്ലാവരും നമ്മളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞേ, നിങ്ങൾക്ക് ഏതായാലും വഴി ഉണ്ടാക്കിക്കോ. അത് നമ്മളൊരു ഓട്ടോ പോകേണ്ട വഴിയാണ് ചോദിച്ചത് അവരോട്. അവർ പറഞ്ഞു അതെടുക്കണ്ട, 4 മീറ്റർ വീതിയുള്ള വലിയ വഴി തന്നെ നിങ്ങൾക്ക് വെട്ടിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ 42 വർഷം കിട്ടാത്ത വഴി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ അനുഭവത്തിൽ 4 മീറ്റർ വീതിയുള്ള വലിയൊരു റോഡ് തന്നെ എനിക്ക് കിട്ടി. ഇപ്പം വീടിൻ്റെ മുറ്റം വരെ വണ്ടി വരും. ഇതെൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമതായിട്ട് എനിക്ക് 1 വർഷമായിട്ട് എൻ്റെ മൂക്കിൽ കൂടെ ഇങ്ങനെ ഒരു പഴുപ്പ് പോലെ, 2 മൂക്കിനും നല്ല പഴുപ്പ് പോലെ നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുത്തെ തൈലം ഉപയോഗിച്ചും എന്നും പുരട്ടുമായിരുന്നു. തൈലം ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ട് ആ 2 മൂക്കിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇപ്പം പോയി പൂർണ്ണമായിട്ട് പഴുപ്പും മാറി വേദനയും മാറി. രണ്ടാമത് ഞാൻ സാക്ഷ്യം കൊടുക്കാൻ വന്നപ്പോൾ 8 വർഷമായിട്ട് ഞാനൊരാൾക്കൊരു 1.25 ലക്ഷം രൂപ കൊടുക്കാനുണ്ടായിരുന്നു. ഇതുവരെ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നു. അത് കാരണം രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അയാളുടെ വീട്ടിൽ പത്രം കൊടുക്കാൻ അവരോട് കാര്യം പറയാമെന്ന് വെച്ച് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ആ പൈസ ഇനി മോള് തരണ്ട, തൽക്കാലം നീ അത് മറന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ അത് മാതാവ് എനിക്ക് മാറ്റി തന്നു. അതും എൻ്റെ കയ്യിൽ നിന്ന് മാതാവ് ഒഴിവാക്കി തന്നു.